തെലുങ്കാന പോലെ കർണാടക പോലെ ദില്ലിയിൽ കോൺഗ്രസിന്റെ റോക്കറ്റ് പോലെയുള്ള മുന്നേറ്റമെന്നാണ് ചില സർവേകൾ സൂചിപ്പിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് വരെ പടുകുഴിയിൽ കിടന്ന ഒരു സംസ്ഥാനം, ഒരൊറ്റ സീറ്റ് പോലും നിലവിലില്ലാത്ത ദില്ലിയിൽ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ കോൺഗ്രസ് എഴുന്നേറ്റ് തുടങ്ങി എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതോടെ വളരെ വ്യത്യസ്തമായ സൂക്ഷ്മതയോടെയുള്ള ഒരു തരത്തിലാണ് ഇനി 100% ഉറപ്പുള്ള വാഗ്ദാനം കോൺഗ്രസ് പുറത്തുവിടുന്നത്. അതിനായിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ AAP-യെയും BJP-യെയും മറികടക്കാൻ വമ്പൻ തന്ത്രങ്ങളുമായി ദില്ലി കോൺഗ്രസ് പരിപാടികൾ പ്ലാൻ ചെയ്തു കഴിഞ്ഞത്. ദില്ലിയിലെ നേതാക്കന്മാർ മാത്രമല്ല, രാജ്യമെമ്പാടുമുള്ള വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയും പ്രധാന നേതാക്കളെയും അണിനിരത്തിക്കൊണ്ട് ഇന്നു മുതൽ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുകയാണ് രാജ്യ തലസ്ഥാനത്ത്. ഇതിന്റെ ഭാഗമായി ആദ്യമായി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറാണ് എത്തുന്നത്. ഇന്ന് ഡൽഹിയിൽ പ്രധാന പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ് അദ്ദേഹം. DK ശിവകുമാർ എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയം നോക്കിക്കാണുന്ന ഏറ്റവും ശക്തമായ നിലപാടുകളും കാര്യസ്ഥതയുമുള്ളൊരു നേതാവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ DK ശിവകുമാറിന്റെ തുടക്കം വലിയൊരു തുടക്കമായി കോൺഗ്രസ് കാണുന്നു. കർണാടകയിലും തെലുങ്കാനയിലും വിജയം കണ്ട അതേ രീതിയിൽ ഘട്ടം ഘട്ടമായി വാഗ്ദാനങ്ങൾ അവതരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ദില്ലിയിലെ പദ്ധതി. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർ ഓരോ ദിവസങ്ങളിലായി ദില്ലിക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ അവതരിപ്പിക്കുകയാണ്. അതോടെ അതിന് വിശ്വാസ്യതയും ആധികാരികതയും വരുത്തുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. നമുക്കറിയാം, 2-3 വർഷങ്ങളിലായി അധികാരത്തിലെത്തിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നടത്തിയ വാഗ്ദാനങ്ങൾ അക്ഷരം പ്രതി നടപ്പിലാക്കുന്നതാണ് കണ്ടത്. അതിനെത്ര പണം ചിലവായാലും അത് കോൺഗ്രസ് സർക്കാരുകൾ പ്രശ്നമായി എടുത്തിട്ടേയില്ല. കോൺഗ്രസ് അധികാരത്തിലെത്തിയ ഹിമാചൽ പ്രദേശിലും കർണാടകയിലും അതുപോലെ തെലുങ്കാനയിലും എല്ലാ വാഗ്ദാനങ്ങളും 6 മാസത്തിനുള്ളിൽ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദില്ലിയിൽ ആം ആദ്മി പാർട്ടി പറഞ്ഞതുപോലെയോ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി പറഞ്ഞതുപോലെയോ അല്ല, സ്ഥിരതയുള്ള വാക്കുകളാണ് കോൺഗ്രസ് നൽകുന്നത് എന്ന് തെളിയിക്കാൻ അവർക്ക് എളുപ്പം കഴിയുകയാണ്. AAP 10 വർഷത്തിലധികമായി തട്ടിപ്പ് വാഗ്ദാനങ്ങൾ നൽകിയപ്പോൾ 100% വാഗ്ദാനങ്ങൾ പാലിച്ചതിന്റെ ചാരിതാർത്ഥ്യം അതായിരിക്കും കോൺഗ്രസിന്റെ ദില്ലിയിലെ ഇനിയുള്ള വിജയം. അതായത് സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ, ശക്തമായ ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് ഇന്നു മുതൽ പ്രഖ്യാപിക്കാൻ പോകുന്നത്. വിലക്കയറ്റം ചെറുക്കാൻ റേഷൻ കിറ്റ് ഉൾപ്പെടെ നൽകുകയാണ് കോൺഗ്രസ്. AAP നൽകുന്ന 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി പദ്ധതി ഇരട്ടിയാക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്ന്. തൊഴിലില്ലാത്ത യുവാക്കൾക്ക് സാമ്പത്തിക ആനുകൂല്യം നൽകുന്ന പദ്ധതിയും ആലോചിക്കുന്നു. ഇതിനു പുറമെ അപ്രന്റീസ് പരിശീലന പരിപാടി, നൈപുണ്യ വികസനം തുടങ്ങിയവയും പ്രഖ്യാപിക്കുകയാണ്. 20 മുതൽ 25 ലക്ഷം രൂപ വരെയുള്ള സമ്പൂർണ്ണ ഇൻഷുറൻസ് കവറേജ് ആണ് കോൺഗ്രസ് ആലോചനയിലുള്ള മറ്റൊരു വൻ പദ്ധതി. അങ്ങനെ രാജ്യ തലസ്ഥാനം ഒരു സ്വർഗതുല്യമാക്കാൻ കോൺഗ്രസ് നടത്തുന്ന കിടിലൻ നീക്കം ദില്ലി ഏറ്റെടുക്കുന്നു എന്നതാണ് തിരിച്ചുവരവിന്റെ ലക്ഷണം കാണിക്കുന്നത്.